പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന 49ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. മന്ത്രി A.K. ബാലനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള ഒരു മത്സരത്തിന് കൂടിയാണ് ഇത്തവണ അവാർഡ് പ്രഖ്യാപനം സാക്ഷ്യം വഹിച്ചത്. മികച്ച നടൻ, നടി, സിനിമ, സംവിധായകൻ തുടങ്ങിയ മേഖലകളിലാണ് ശക്തമായ മത്സരം നടന്നത്. മോഹൻലാൽ, ഫഹദ് ഫാസിൽ, ജോജു ജോർജ്, ജയസൂര്യ എന്നിവരായിരുന്നു മികച്ച നടനാവാൻ മത്സരിച്ചത്. ക്യാപ്റ്റൻ, ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ അഭിനയത്തിന് ജയസൂര്യയും സുഡാനി ഫ്രം നൈജീരിയയുമായി സൗബിനും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടിയാവാനും കടുത്ത മത്സരമായിരുന്നു അരങ്ങേറിയത്. ആമിയിലൂടെ മഞ്ജു വാര്യരും കൂടയിലൂടെ നസ്രിയും വരത്തിനുമായി ഐശ്വര്യ ലക്ഷ്മിയും ഓളിലൂടെ എസ്തറുമാണ് മത്സരിച്ചത്. ഒരു കുപ്രസിദ്ധ പയ്യൻ, ചോല എന്നീ സിനിമകളിലെ പ്രകടനത്തിലൂടെ നിമിഷ സജയനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. സുഡാനി ഫ്രം നൈജീരിയയിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച സരസ ബാലുശ്ശേരി, സാവിത്രി ശ്രീധർ എന്നിവർ മികച്ച സ്വഭാവ നടിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജോസഫിലെ അഭിനയത്തിലൂടെ മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ജോജു ജോർജിന് ലഭിച്ചു. ജോസഫിലെ ഗാനത്തിലൂടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം വിജയ് യേശുദാസിനാണ് ലഭിച്ചത്. സിനിമ ഹിറ്റായി മാറുന്നതിന് മുൻപ് തന്നെ ഗാനവും പോപ്പുലറായി മാറി. ആമിയിലെ നീർമാതളപ്പൂവിനുള്ളിലെ എന്ന ഗാനത്തിലൂടെ ശ്രേയ ഘോഷാലിനാണ് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എത്തിയത്. മമ്മൂട്ടി നായകനായെത്തിയ അങ്കിൾ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ജോയി മാത്യു മികച്ച തിരക്കഥാകൃത്തായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സംവിധായകനായി ശ്യാമപ്രസാദും മികച്ച ചിത്രമായി ഷെരീഫ് ഈസ സംവിധാനം ചെയ്ത കാന്തൻ ദ ലവർ ഓഫ് കളറും തിരഞ്ഞെടുക്കപ്പെട്ടു.